രാജകുടുംബത്തിൽ ജനിച്ചിട്ടും ഒന്നുമില്ലാത്തവനായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലമുള്ളതുകൊണ്ട് ടയേർഡായാൽ എഴുന്നേറ്റ് നടക്കില്ല എന്ന ഡോക്ടറിന്റെ അഭിപ്രായത്താൽ ക്രിക്കറ്റ് കളിക്കാൻ പോയവൻ ബസ്സിൽ ജോലിക്ക് പോകുമ്പോൾ അപമാനിക്കപ്പെട്ട സ്വന്തം അമ്മ പറയുന്നു, ക്രിക്കറ്റ് കളിച്ച് പൈസ ഉണ്ടാക്കി സ്വന്തമായി ഒരു കാർ വാങ്ങട. ഒരുപാട് പരിഹാസങ്ങളും അപമാനങ്ങളും പരാജയങ്ങളിലൂടെയും കടന്നു വന്ന ഒരു ഗുജറാത്തുകാരൻ രവീന്ദ്ര ജഡേജ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകം അല്ലെ ഒരു നട്ടല് എന്ന് പറയാവുന്ന ഒരു വ്യക്തിയല്ല രവീന്ദ്ര ജഡേജയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ല ട്രെൻഡിങ് ന്യൂസ് കിട്ടുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രവീന്ദ്ര ജഡേജ ജനിക്കുന്നത് ഗുജറാത്തിലെ രാജ്പുത്ത് എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിലാണ്. അദ്ദേഹം ജനിക്കുന്നത് 1988 ഡിസംബർ 6-നാണ്. ഏകദേശം ഒരു 36 വയസ്സാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഫാദർ ആ ഒരു കാലഘട്ടങ്ങളിൽ ജോലിക്ക് പോകുന്ന ഒരു സെക്യൂരിറ്റി ജോലിക്കായിട്ടായിരുന്നു പോയിരുന്നത്. ATM സെക്യൂരിറ്റി, അതുപോലെ തന്നെ മാള്, അതുപോലുള്ള വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ജോലിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കുടുംബ സാമ്പത്തികം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നഴ്സിംഗ് ജോലിക്കായിരുന്നു അമ്മ പോയിരുന്നത്. മറ്റൊരു കാര്യമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളൊരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപാട് ചികിത്സ നടത്തിയിരുന്നെങ്കിലും അതിന് ശരിയായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഒരു ഡോക്ടർ ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പകൽ മുഴുവൻ കളിക്കുകയാണെങ്കിൽ, സ്പോർട്സിൽ ചേർത്ത് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടയേർഡിൽ രാത്രി മുഴുവൻ നല്ല രീതിയിൽ കിടന്നുറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനൊരു സ്പോർട്സിൽ ചേർത്ത് വിടുക എന്നുള്ളത്. സോ അങ്ങനെയാണ് അവനൊരു 8 വയസ്സിലൊക്കെ അവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ അവിടുത്തെ പിള്ളേരുള്ളപ്പോൾ ചേർത്ത് വിടുന്നത്. എന്നാൽ അവിടെയുള്ളവരൊക്കെ 20, 18, 19 വയസ്സുള്ള ആളുകളാണ്. സോ അവനെ അത്രയ്ക്ക് നല്ല രീതിയിൽ പരിഗണിക്കുന്നില്ല. ബോൾ പറക്കുവാനും ചില സമയത്ത് ഫീൽഡിംഗ് കൊടുക്കാനും ബാറ്റിങ്ങോ ബോളിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവന് കിട്ടുന്നില്ല. ഈ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ ഇനി തൊട്ട് ക്രിക്കറ്റിന് പോകുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നു. എന്നാൽ അമ്മയ്ക്ക് അറിയാം ഒരു സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മകന് ഈ ഒരു രോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. സോ അങ്ങനെയാണ് ഫീസ് കുറവുള്ള ഒരു കോച്ചിന്റെ അടുത്ത്, ഈ കോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിച്ചു പരിചയമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, കേട്ടും കണ്ടും മാത്രം പരിചയമുള്ള ഒരു കോച്ചായിരുന്നു. അദ്ദേഹം ഒരു എക്സ് പോലീസ്മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്രിക്കറ്റിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു കോച്ചിങ് കൊടുത്തിരുന്നത്. അവിടെ ഫീസ് കുറവായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന് അവിടെ കൊണ്ട് ചേർക്കാനായിട്ടുള്ള മെയിൻ റീസൺ. അവിടുത്തെ കോച്ചിങ്ങിനും ഏകദേശം ഈ ഒരു കണക്ക് തന്നെയായിരുന്നു. കാരണം അവന് ചെറിയൊരു പയ്യനായിരുന്നു, 9 വയസ്സ് പ്രായമുള്ളൂ. സോ അവനെ ബോൾ പറക്കുവാനും ഫീൽഡിങ് നിർത്തുവാനും ഒക്കെ ആയിരുന്നു അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അദ്ദേഹം ചെയ്തു കൊടുത്ത ആ ഒരു കോച്ച് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഫീൽഡറിനാണ് ഒരു നല്ലൊരു പ്ലെയർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് ആ ഒരു കോച്ച് പറഞ്ഞു കൊടുത്തത് ഓരോ ഫീൽഡ്, ഓരോ പന്ത് നിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ത്രോ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഫീൽഡർ എന്നുള്ള ലെവലിലേക്ക് രവീന്ദ്ര ജഡേജ വളർന്നിട്ടുണ്ടെങ്കിൽ അന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ് ആണ്, ഒരു എക്സ് പോലീസ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ശിക്ഷണം തന്നെയാണ് ആ ഒരു വ്യക്തിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു പോലീസുകാരൻ ഒരു വലിയൊരു ടൂർണമെന്റിന് വേണ്ടിയിട്ട് രവീന്ദ്ര ജഡേജയും ടീമിനെ കൊണ്ടുപോകുന്നു. ആ ഒരു ടൂർണമെന്റിൽ മുഴുവനും ഈ ഒരു ടീം പരാജയപ്പെടുന്നു. പക്ഷേ ഈ ഒരു ടൂർണമെന്റിന്റെ ഇടയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂർണമെന്റിന്റെ ഇടയിൽ രാത്രി സമയത്ത് ഇദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്. ഇത് കാണുന്ന കോച്ച് നല്ല അടി, നല്ല ചീത്തയും വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം രവീന്ദ്ര ജഡേജ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതിനുശേഷം ഞാൻ ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം. പിന്നീട് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശിക്ഷണത്തിൽ രവീന്ദ്ര ജഡേജ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും ഇംപ്രൂവ് ചെയ്തു വരുന്നത്. ഈ ഒരു സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒരു ക്രിക്കറ്റിലൂടെയൊക്കെ രക്ഷപ്പെട്ടു വരാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം അമ്മ ഒരു ദിവസം വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ആ ഒരു ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ബസ്സിൽ വെച്ചിട്ട് ഒരുത്തൻ അപമാനിച്ചു എന്നുള്ളത്. എന്നിട്ട് അമ്മ രവീന്ദ്ര ജഡേജയെ അടുത്ത് വിളിച്ചു നിർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ക്രിക്കറ്റ് കളിച്ച് വലിയ ഒരാളായിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാറ് വാങ്ങിച്ച് എൻ്റെ അടുത്ത് വരണം എന്നുള്ളൊരു കാര്യം അവൻ്റെ അമ്മ, രവീന്ദ്ര ജഡേജയുടെ അമ്മ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കുറച്ചും കൂടിയും ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ലെവലിൽ ബൂസ്റ്റ് ആക്കുന്നു. അതിനുശേഷം നല്ല രീതിയിലുള്ള കോച്ചിങ്ങിന് പോകുന്നു, നല്ല രീതിയിൽ കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തുന്നു. എന്നാൽ ഒരു അൺലക്കി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിന് വിത്തിൻ 6 മന്ത്സിൽ തന്നെ അവൻ്റെ അമ്മ അവിടെ വീട്ടിലുണ്ടാകുന്ന ഒരു ചെറിയൊരു ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പോകുന്ന എല്ലാ ടൂർണമെന്റുകളിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ട് സ്റ്റേറ്റ് ടീം, അതിനുശേഷം ഇന്ത്യൻ ടീം, IPL വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല, IPL ഞാൻ സെലക്ട് ആയാലും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ശാഠ്യം പിടിച്ചിരുന്ന രവീന്ദ്ര ജഡേജ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ൻ വോൺ വരുന്നു, വലിയ വലിയ ഗിൽക്രിസ്റ്റ് വരുന്നു, ഇതുപോലത്തെ വലിയ കളിക്കാരോടൊപ്പം എനിക്ക് കളിക്കാൻ സാധിക്കില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദറാണ് ശരിക്കും പറഞ്ഞാൽ നീ 9 വയസ്സുള്ളപ്പോൾ 18 വയസ്സുള്ള ആളുകളൊപ്പം കളിച്ചവനാണ്,
അതുകൊണ്ട് നിനക്ക് ഓൾറെഡി നല്ല നല്ല ട്രെയിനിങ്സ് കിട്ടിയിട്ടുണ്ട്, ഇതൊന്നും വലിയൊരു കാര്യമായിട്ട് കാണാതെ തന്നെ നീ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് സ്വന്തം പിതാവ്, സ്വന്തം ഫാദർ രവീന്ദ്ര ജഡേജയ്ക്ക് നൽകുന്ന കോൺഫിഡൻസ്. സോ അദ്ദേഹം IPL വരുന്നു. IPL വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് മാച്ചുകൾ ഇപ്പം തന്നെ ആയിരുന്നാലും കണ്ണുകളിൽ അദ്ദേഹം ബ്ലാക്ക് ആയിട്ടുള്ള കണ്ണാടിയാണ് വെക്കുക. ഇത് ആ ഒരു കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് ടൈമിലൊക്കെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പേടി മറയ്ക്കുവാനാണ് ഉപയോഗിച്ചത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. IPL നല്ല പെർഫോമൻസിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു. സ്വന്തം അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അവൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി ആയിട്ട് കാറ് വാങ്ങിച്ചിട്ട് അതിൽ സ്വന്തം അമ്മയുടെ പടം ഒട്ടിച്ചിട്ട് അതിനുശേഷം അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ നമുക്ക് പോകാം, ജോലിക്ക് പോകാം എന്ന് പറഞ്ഞ് ആ ഒരു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പോയി അമ്മയെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഞാൻ കളിക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരോട് കൂടിയിട്ട് പോയ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതായത് രവീന്ദ്ര ജഡേജ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്കിന് ഒരുപാട് സഹനങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്നത്. ഒരു രാജകുടുംബത്തിൽ നിന്ന് ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയായി മാറുന്നു. അതിനുശേഷം ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു. അതിനൊക്കെ ഓവർകം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അല്ലെങ്കിൽ രോഗം മാറുവാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റിലേക്ക് വന്നു. ആ ഒരു രോഗം ക്രിക്കറ്റിൻ്റെ ഒരു കോച്ചിൻ്റെ കയ്യിൽ നിന്ന് തന്നെ രോഗം മാറുന്നു. സോ ആ ഒരു കോച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരുപാട് ട്രെയിനിങ്ങുകളിൽ അദ്ദേഹത്തിന് ഒരുപാട് അഡ്വൈസ് കൊടുക്കുന്നു. സോ ആ ഒരു കോച്ചിൽ നിന്നൊക്കെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ ഈ ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നല്ല കളർഫുള്ളാണ്, നല്ല ഫീൽഡറാണ്, നല്ല ഓൾറൗണ്ടറാണ്, ഗ്ലാസ് വെച്ച് ബോൾ ചെയ്യുന്നു. സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ചെറുപ്പത്തിൽ കിട്ടിയ ട്രെയിനിങ് ആണ്. ആ ഒരു ഫീൽഡിങ്ങിൽ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റമ്പിലേക്ക് കറക്റ്റായിട്ട് എറിയുവാനും അതേപോലെ തന്നെ ബൗൾ ചെയ്യുവാനും ഫീൽഡിങ് ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആണ് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ച് കാണുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ പോലും തീർച്ചയായിട്ടും ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് എന്ന് കരുതിയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.